ബ്ലൗസിൽ ആദ്യമായിട്ട് അടിച്ചെടുക്കുന്ന ക്രോസ് പീസാണ്. ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത പീസ് എടുത്ത് മടക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ എതിർ ദിശയിലായിട്ട്, അതായത് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കണം. കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഒന്നുകൂടെ കാണിക്കുക, അടുത്തത് ഒരെണ്ണോടെ കാണിക്കുക. ഇതങ്ങനെ അങ്ങോട്ട് വെച്ചു. അതിന് ശേഷം അടുത്തൊരു പീസ് എടുത്തിട്ട് നേരെ തിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുന്നു. ക്രോസായിട്ട് അങ്ങനെ വെച്ചിട്ട് എല്ലാ പീസുകളും ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ജോയിൻ്റ് ചെയ്ത് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തേച്ച് അങ്ങനെ അടിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ പീസും അങ്ങനെ ചെയ്തെടുക്കണം. അടിച്ചെടുത്തത് ഒന്നോടെ അതിന് മുകളിൽ കൂടെ ഒന്നോടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ തയ്യൽ വിട്ടു പോകാതെയൊക്കെ ഇരുന്നോളും. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. ഇനി കട്ടിങ്ങാണ് അടിച്ചെടുക്കുന്നത്. കട്ടിങ്ങിന് ആദ്യം ലൈനിങ് തുണി ആദ്യം വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നല്ല തുണി വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഒരു പീസും കൂടി അതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ഒരു പീസും കൂടി വെച്ച് കൊടുക്കണം. ആ പീസ് മിക്കവാറും ബ്ലൗസിൽ കിട്ടാറില്ല, വേറെ തുണി നമ്മൾ വെട്ടിയെടുക്കേണ്ടി വരും. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. രണ്ട് പീസുകളും രണ്ട് വശത്ത് വയ്ക്കാനുള്ള രണ്ട് പീസുകളും ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. അതിനുശേഷം മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ആ തുണി നിവർത്തിയിട്ട് അതിന് പുറത്തുകൂടി പുറംകാണി അടിച്ചു കൊടുക്കണം. ഇതുപോലെ രണ്ട് സൈഡിലും വയ്ക്കാനുള്ള പീസുകൾ ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ എടുത്ത് ഫ്രണ്ട് വശം വരുന്ന ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഫ്രണ്ട് വശം വരുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ 3 പീസും നല്ല കറക്റ്റായിട്ടിരിക്കും. ഇങ്ങനെ ചെയ്താൽ സൈഡിൽ വരുന്ന ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഈ പീസ് ഇതുപോലെ നേരെ വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇങ്ങനെ ചുളിവൊന്നും വരത്തില്ല. ഒഴുക്കൻ തുണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് പിടിച്ചാൽ നിൽക്കില്ല, അല്ല പിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതുപോലെ ചെയ്യണം. 2 കട്ടിങ്ങുകളും റെഡി ആയിട്ടുണ്ട്. 2 കട്ടിങ്ങിൻ്റെയും ഫ്രണ്ട് ഭാഗം ഒരുപോലെയാണോ എന്നറിയാൻ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. ചിലപ്പോൾ കയറ്റിയിറക്കമൊക്കെ വരും. കൂടുതൽ വന്നെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഇച്ചിരി വന്നിട്ടുണ്ട്, അവിടെ നമ്മൾ കട്ട് ചെയ്ത് 2 വശം ഒരുപോലെ ചെയ്യണം. അല്ലെങ്കിൽ തയ്ച്ച് വരും കയറ്റവർക്കും വരും. ഇവിടെ ബായ്ക്ക് പിടിപ്പിക്കാനായിട്ട് നമ്മളൊരു 3 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീസാണ് ഇപ്പം നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പീസിൻ്റെ സൈഡ് ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ. ഇനി ബാക്ക് പീസിൻ്റെ അടിവശത്ത് നമുക്കത് വെച്ച് കൊടുക്കാം. ആദ്യം ലൈനിങ് വെക്കണം. അതിന് പുറത്ത് നല്ല തുണി വയ്ക്കണം. അതിന് പുറമെ ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പീസ് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കണം. ഇനി വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഈ പീസ് ഇങ്ങനെ നോർത്തി വെച്ചിട്ട് ആ പീസിന് പുറത്തുകൂടി ഒരു പുറംകാണി അടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ മടക്കി വെച്ച് വലിയ കാണിയിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അടിച്ച് കളയേണ്ട അടിപ്പാണ്. ഇത് കൈത്തയ്യൽ തയ്ക്കണം ഈ അടിപ്പ്. അതിന് വേണ്ടിയിട്ട് കൈത്തയ്യൽ തയ്ക്കാൻ എളുപ്പത്തിനാണ് ഇതിങ്ങനെ അടിച്ചെടുത്തിരിക്കുന്നത്.
അപ്പോൾ ചുളിവൊന്നും വരാതെ ഭംഗിയായിട്ട് കൈത്തയ്യൽ തയ്ക്കാൻ പറ്റും. ഒഴുക്കൻ തുണിയൊക്കെ ആണെങ്കിൽ ലൈനിങ്ങും നല്ല പീസും കൂടി ഇങ്ങനെ മുകൾ ഭാഗത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കഴുത്തൊക്കെ നല്ലപോലെ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കണം. ഇനി ഫ്രണ്ട് വയ്ക്കാനുള്ള പടിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. നമ്മളൊരു 2 ഇഞ്ച് വീതിയിൽ ഒരു ലൈനിങ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ 1/2 ഇഞ്ചോടെ കൂട്ടി ഒരു നല്ല പീസും വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈനിങ് പീസിലേക്ക് ഇതിങ്ങനെ വെച്ച് ലൈനിങ് പീസ് അകത്ത് വെച്ച് ഈ നല്ല തുണി ഇതുപോലെ മടക്കി കൊടുക്കണം. ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഫ്രണ്ടിൽ വയ്ക്കാനുള്ള പടിയാണിത്. വേറൊരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ പീസും ഇതുപോലെ മടക്കി വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇനി കൈയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ലൈനിങ് പീസും നല്ല പീസും കൂടെ വെച്ച് അടിവശത്ത് ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കും. 2 പീസും നമ്മൾ അങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ലൈനിങ് പീസ് നിവർത്തി വെച്ച് അതിൻ്റെ പുറത്തുകൂടി ഇതുപോലെ അടിച്ചു കൊടുക്കും. ഭംഗിയായിട്ടിരിക്കും. ഇനി ഇതിന് മുകളിൽ കൂടി ഒരടിപ്പടിച്ചു കൊടുക്കണം. അതിന് കാണി വലുതാക്കിയിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. തയ്ച്ച് കഴിയുമ്പോൾ ഇതും അഴിച്ച് കളയാനുള്ള അടിപ്പാണ്. വേണമെങ്കിൽ അവിടെ ഒന്ന് ഹമ്മിങ് ചെയ്ത് കൊടുക്കുക. അപ്പം ലൈനിങ് ഒക്കെ ചുരുങ്ങിയാലും താഴേക്ക് തള്ളി വരാതിരിക്കും. ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ട്. പക്ഷേ ഞാനവിടെ ഹമ്മിങ് ചെയ്ത് കൊടുക്കും. ഇനി ഫ്രണ്ട് പീസാണ്. നല്ല വശം വെളിയിൽ വരുന്ന രീതിയിൽ നല്ല തുണി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ടെക്ക് അടിച്ചെടുക്കാം. അടിവശത്തെ ടെക്ക് ഇതുപോലെ മടക്കി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ വെട്ടിട്ടേക്കുന്നതിൻ്റെ ഇപ്പുറത്താക്കി വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. 3 ടെക്കും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. സൈഡിലത്തെ ടെക്ക് ഒരു 1/2 ഇഞ്ച് തുടങ്ങിയാൽ കുറച്ച് കൊണ്ടുവന്ന് പോയിൻ്റ് കുത്തി നിർത്തി തിരിച്ചെടുക്കണം. 3 ടെക്കും നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കണം. ഈ ടെക്കും ഇതുപോലെ തന്നെയാണ്. ഒരു 1/4 ഇഞ്ച്, അതായത് മൊത്തം 1/2 ഇഞ്ചേ വരുന്നുള്ളൂ. 1/4 ഇഞ്ച് വെച്ച് ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഈ ടെക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 വശത്തും 1/4 ഇഞ്ച് വെച്ച് വരും. എന്നിട്ട് പോയിന്റിലേക്ക് വന്നു കഴിയുമ്പോൾ എൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ വീതി കുറച്ച് കൊണ്ടുവന്ന് അവിടെ കുത്തി നിർത്തിയിട്ടാണ് തിരിച്ച് ഇതുപോലെ എടുക്കുന്നത്. ഇനി ഫ്രണ്ട് പീസും കട്ടിങ്ങും കൂടെ ജോയിൻ്റ് ചെയ്യുവാണ്. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കണം. പീസ് രണ്ടും ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ വച്ച് നോക്കണം. എവിടെയെങ്കിലും കയറ്റവർക്കം വന്നിട്ടുണ്ടോ, എല്ലാ പോയിന്റുകളും കറക്റ്റാണോ എന്ന് വെച്ച് നോക്കണം. അഥവാ മുകൾ ഭാഗത്ത് കൂടുതൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കഴുത്തിന് അവിടെ കൊണ്ട് അല്പം ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഫ്രണ്ട് പീസിൻ്റെ സൈഡിൽ ഒരു ചെറിയ പീസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ അടിച്ച് എടുത്തിട്ട് ഈ പീസിൻ്റെ അടിവശം അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു പുറംകാണി അടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ മടക്കി വെച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അകത്തേക്ക് മടക്കി വീണ്ടും വെച്ച് പടി പോലെ അത് അടിച്ചെടുക്കുകയാണ്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രണ്ട് പടി ആണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ബ്ലൗസിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വെച്ചാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കണം. കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് അടിവശം മുകളിലേക്ക് മടക്കി വെച്ച് ഒരു പുറം കാണി അടിച്ചു കൊടുക്കണം. ഇനി എത്രത്തോളം അകത്തി കൊളുത്തിടണം അത് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം വേണമെങ്കിൽ. അതിനുശേഷം ഇതുപോലെ വെച്ച് ഇങ്ങനെ അടിച്ച് കൊളുത്തിടാനായിട്ട് ഹുക്കിടാനായിട്ട് നമ്മളൊരു ഇതുപോലെ
ഈ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗത്തും അതുപോലെ ചെയ്തെടുക്കണം. സാധാരണ ഒരു ബ്ലൗസിന് 5 കൊളുത്താണ്. ചെറിയ ബ്ലൗസൊക്കെ ആണെങ്കിൽ 4 ഒക്കെ മതിയാവും. ഈ ഒത്തിരി വലിയ ബ്ലൗസാണെങ്കിൽ ചിലപ്പോൾ 5 എന്നുള്ള 6 വരെ ആവും. ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെ അതും നമ്മൾ ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് രണ്ടും ഇങ്ങനെ വെച്ച് നോക്കണം. ടെക്കൊക്കെ കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത്, കഴുത്തിന് അവിടെ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ബാക്ക് പീസുമായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ വെച്ച് മുകൾ വശം അടിച്ചു കൊടുക്കണം. 2 വശത്തെ പീസും അതുപോലെ ചെയ്തെടുക്കണം. ഫ്രണ്ട് വശം ശ്രദ്ധിച്ചടിക്കണം. ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ചടിക്കണം. ഇനി ക്രോസ് പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ പുറത്തുനിന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്നിടത്ത് ഓരോ കട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ ഓരോ കട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ അകത്തേക്ക് പടി മടക്കി വെച്ചിട്ട് ആ പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൂടെ തന്നെ. ഇനി എങ്ങനെ അകത്തേക്ക് മടക്കി വെച്ച് കൈത്തയ്യൽ തയ്ക്കാനുള്ളതാണ്. ഇനി 2 കൈയും എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമാണ്. അടുപ്പിലെവിടെയെങ്കിലും വ്യത്യാസം വന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇനി ബ്ലൗസിലേക്ക് കൈ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കൈയുടെ നടുഭാഗത്തു നിന്നാണ് ജോയിൻ്റ് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ ഷോളറിൻ്റെ ആ നടുഭാഗത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ അത് വെച്ച് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. 4 പീസും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി നന്നായിട്ട് പിടിച്ച് വെച്ച് ഭംഗിയായിട്ട് അടിച്ചു കൊടുക്കാം. ഇതുപോലെ കണ്ടോ. വെട്ടിയെടുത്തപ്പം കൈയുടെ സൈഡിൽ ലൈനിങ് ഇച്ചിരി കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ ജോയിൻ്റ് ചെയ്ത് ലൈനിങ് വെച്ച് കൊടുക്കണം. ഒന്നുകൂടി ഇവിടെ അടിച്ചു കൊടുക്കണം. കൈവണ്ണം 10 ഇഞ്ചാണ്. 5 ഇഞ്ച് അടയാളപ്പെടുത്തണം, പകുതി. അഞ്ച് ഇഞ്ച് കൈവണ്ണമാണെങ്കിലും ഞാൻ ആദ്യം അടിക്കുന്നത് ഒരു 5.25 ഇഞ്ചിനാണ്. കൈക്കുഴിയുടെ അവിടെ പുറത്തുനിന്ന് ഒരു 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി അടയാളപ്പെടുത്തി അതുവഴിയാണ് ആദ്യത്തെ അടിപ്പ് അടിച്ചെടുക്കുന്നത്. ഇത് കണ്ടോ. ഇതുപോലെ അടിക്കുമ്പോൾ അടിവശത്തെ പീസ് താഴോട്ട് മറിഞ്ഞ് കിടക്കാതെ അത് തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം അടിക്കാനായിട്ട്. ഇനി ബ്ലൗസിൻ്റെ അടിവശത്തെ വണ്ണം കണക്ക് കൂട്ടി 39 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതിപ്പോൾ 40 ഇഞ്ച് ഇടുവാണ്. 1 ഇഞ്ച് കണക്ക് കൂട്ടി ഇവിടെ 40 ഇഞ്ച് വണ്ണം ഇട്ട് അടിക്കുവാണ്. ആദ്യത്തെ അടിപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 ഇഞ്ച് 4 പീസയിലും അതുപോലെ ഒരുപോലെ
10 ഇഞ്ച് അടയാളപ്പെടുത്തണം. ബാക്ക് പീസ് ഇതുപോലെ മടക്കി എടുത്തിട്ട് അതേലും 10 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തണം അടിവശത്ത്. അല്ലാതെ നമ്മൾ ജോയിൻറ്റ് ചെയ്താൽ ബാക്ക് പീസ് കൂടുതലും ഫ്രണ്ട് പീസ് കുറവുമായിരിക്കും. ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരുപോലെ വെച്ചിട്ട് ആ 10 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ നേരെ അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. രണ്ട് വശവും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ വണ്ണം അളവെടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് വീണ്ടും ഇതിന് കാണിക്കുകയാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ മുകൾ വണ്ണം ഞാനിങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് 45 ഇഞ്ചാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ഈ കൈക്കുഴിയുടെ അവിടുന്ന് ബാക്ക് പീസ് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈക്കുഴിയുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ട് എൻ്റെ കഴുത്തിൻ്റെ അറ്റത്തേക്കാണ് ഇത് പിടിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ വരുമ്പോൾ 46 ഇഞ്ചുണ്ട്. നമുക്ക് 45 ഇഞ്ച് മതി. അപ്പം 4 ഇഞ്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരടിപ്പ് 4 ഇഞ്ചിന് ഒരടിപ്പും കൂടെ കയറ്റി അടിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് മുകൾ ഭാഗത്തെ അളവെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അടിക്കുന്നതിനൊരു കാരണമുണ്ട്. നമുക്ക് 5 ഇഞ്ച് കൈയാണ് വേണ്ടത്. 5 കഴിഞ്ഞ് ഇച്ചിരി ഇങ്ങനെ നീക്കി വെച്ചാണ് അടിക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുക്കുന്നതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഇങ്ങനെ ഒരു അടുപ്പാണ് അടിക്കുന്നത്. അത് 4 ഇഞ്ച് അളവിനാണ്. 4 ഇഞ്ച് ഇപ്പം ഒരു 45 വേണ്ടടുത്ത് 46 വന്നിട്ടുള്ളതുകൊണ്ട് ആ 1 ഇഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പം ഇങ്ങനെ കയറ്റി അടിക്കുന്നത്. ഇങ്ങനെ ആ 1 ഇഞ്ച് അടിക്കുമ്പോൾ അത് നമ്മുടെ അടിവശത്തെ വണ്ണം കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതിലേക്ക് തന്നെ അടിച്ച് ചേർക്കാം. ഇങ്ങനെ തന്നെ അടിച്ച് ചേർക്കാം. കാരണം ഉണ്ട്, നമുക്കിനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ അടിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി കൈക്ക് കഴുകുമ്പം ചുരുങ്ങുമോ മറ്റെന്തെങ്കിലും ചെയ്തെങ്കിൽ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരടിപ്പടിച്ച് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഇങ്ങനെ അങ്ങനെ അടിച്ച് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് പിന്നെ കൊണ്ടുപോകുന്നവർക്ക് തന്നെ തയ്പ്പിക്കുന്നവർക്ക് തന്നെ ഈ ബ്ലൗസിൻ്റെ ഈ ഒരു അടിപ്പ് അടിച്ചിട്ടാൽ അവരുടെ കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ണം കൂട്ടാൻ പറ്റും. ചില തുണികൾ ചുരുങ്ങിപ്പോവും. അപ്പോഴിപ്പോൾ തയ്ക്കുന്ന അളവിൽ നിന്ന് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു അടിപ്പ് ഇവിടം വരെ കൊടുത്തേക്കുവാണെങ്കിൽ അവരത് അടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. അല്ലെങ്കിൽ ഇവിടുന്ന് മണ്ടയിൽ നിന്ന് താഴെ വരെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ അഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അതിനാണ് ഞാൻ ഇങ്ങനെ ചെരിച്ച് അടുപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ അടിക്കണം. അതുപോലെ തന്നെ അടിവണ്ണം 39 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അടിവശത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 39 ഇഞ്ച് കിട്ടണം. ഇത് 40 ഇഞ്ച് 10 വെച്ചാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പം 40 ഇഞ്ചിന് ഉണ്ടോ 10 വെച്ച് അടിച്ചപ്പോൾ തന്നെ അവിടെ 1 ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. 41 ഇഞ്ചാണ് ഇങ്ങനെ നമ്മൾ അളവെടുക്കുമ്പോൾ വരും. ഇത് 39 മതി നമുക്ക്. ഒരു സൈഡിൽ ഉണ്ടോ, ഒരു സൈഡിൽ നമുക്ക് എന്തായാലും വ്യത്യാസം വന്നു. 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നു. 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഇവിടെ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് 1 ഇഞ്ചിൻ്റെ വ്യത്യാസം ഒരു സൈഡിൽ വന്നു. അപ്പോൾ ഒരു സൈഡിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുമ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ച്, അതായത് ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തണം. അതായത് ബ്ലൗസിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇങ്ങനെ ചെരിച്ചടിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇവിടെ ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത് ബ്ലൗസിന് വണ്ണം കുറഞ്ഞു പോയി കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ആരും വരില്ല. ചിലപ്പം ബ്ലൗസ് കഴിയുമ്പോൾ പിന്നെ അല്പം ചുരുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർ തന്നെ ഇങ്ങനെ ഒരു അടിപ്പിട്ടേക്കുവാണെങ്കിൽ അവർ തന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഈ അടിവശത്ത് മാത്രം ഇങ്ങനെ ചെരിച്ച് അടിച്ചു കൊടുക്കും. കാരണം ഇവിടെയൊക്കെ നമ്മുടെ അളവ് കറക്റ്റാണ്. 45 ഇഞ്ച് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മാത്രമാണ് 1/2 ഇഞ്ചിൻ്റെ. അപ്പോൾ ഈ അടിപ്പ് അടിച്ചാൽ അവർക്ക് വണ്ണം കുറഞ്ഞു പോയ ബ്ലൗസ്
തന്നെത്താനെ ഇടാൻ പറ്റും. അതുപോലെ കൈക്കടിക്കുന്ന ഈ എക്സ്ട്രാ അടിപ്പ് ഇതഴിച്ചാലും അവർക്ക് ഇടാൻ പറ്റും. ഇവിടം കൊണ്ട് കുറവ് വരികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടം ബാക്ക് കഴുത്ത് വലിഞ്ഞു വരും. ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്കുകളിട്ടാണ് ഞാൻ ബ്ലൗസ് തയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. ഈ സൈഡിൽ നമ്മൾ ആ 1/2 ഇഞ്ച് കയറ്റി അടിപ്പ് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് തയ്ക്കുന്നതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ അടിച്ച് കഴിയുമ്പോൾ സൈഡിൽ ഇങ്ങനെ എക്സ്ട്രാ പീസ് വന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ഇരിക്കും. ഇതുണ്ടോ, ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതിന് ഒരു പരിപാടിയുണ്ട്. ഇതിങ്ങനെ ഈ സൈഡിൽ നമ്മൾ ഒരു അടിപ്പിങ്ങനെ അങ്ങോട്ട് സെപ്പറേറ്റ് അങ്ങ് അടിച്ചിട്ടേക്കുകയാണെങ്കിൽ നൂല് വലിയൊന്നും പോകാതെ ബ്ലൗസ് വൃത്തിയായിട്ടിരിക്കും. ഒന്ന് തരുന്നവർ പിന്നെയും തരണമെങ്കിൽ ചെയ്യുന്ന എന്ത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്താലേ പിന്നെയും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് 2-3 അടിപ്പുണ്ട്. 2 അടിപ്പ് ഞാൻ കൂടുതലിടും. ഈ അടിപ്പ് അടിച്ചാൽ അടിവണ്ണം വേണേൽ കൂട്ടിയെടുക്കാം. ഈ അടിപ്പടിച്ചാൽ കൈവണ്ണം കൂട്ടിയെടുക്കാം. അത് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്താണ് അടിക്കുന്നത്. ഇവിടെ കൂട്ടേണ്ടി വരികയില്ല. ഇതെങ്ങനെയാണ് നമ്മൾ പൈപ്പിങ് അല്ലെങ്കിൽ ഇതടിച്ചത്. ഇത് ഇനി ഇങ്ങനെ മടക്കി നമ്മൾ സൂചിയും നൂലും വെച്ച് ഇങ്ങനെ തയ്ച്ച് കൊടുക്കും. പക്ഷേ ഇപ്പം ഇങ്ങനെ അടിച്ചത് കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ പീസ് വരുന്നുണ്ട്. ഇതിങ്ങനെ ശ്രദ്ധിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. കഴുത്തേലുള്ളത് മുഴുവൻ ഇവിടെ മുതൽ അങ്ങേയറ്റം വരെയുള്ളത് ഇത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ തേച്ചിട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് സൂചി നൂലും വെച്ച് നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ അതിൻ്റെ ഭംഗിയായിട്ട് വരും. ഉണ്ടോ, ബ്ലൗസിൻ്റെ അളവ് നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, അടിവശത്തെ വണ്ണം എന്ന് പറയുന്നത് ഉണ്ടോ കറക്റ്റായിട്ട് വരുമ്പോൾ ഇതാ 39 ഇഞ്ച് വണ്ണം വന്നു. അതായത് ഇതുണ്ടോ കൊളുത്തിടുന്നതിൻ്റെ ഇപ്പുറത്ത് ഇത് 39 ഇഞ്ച് വണ്ണം കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. മുകളിൽ വശത്തെ വണ്ണം നമ്മൾ എടുക്കുന്നത് ഇതേ ഇവിടുന്നാണ് എടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വണ്ണം എടുത്ത് കൈക്കുഴിയുടെ അവിടത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് വശത്തെ കൈക്കുഴിയുടെ അടുത്തേക്ക് അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇതുണ്ടോ ഇവിടെ കൊണ്ടുവരുന്നത് കൈക്കുഴി വരുന്ന ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് 45 ഇഞ്ച് കഴുത്ത് കിട്ടും, വണ്ണം കിട്ടും. മുകളിൽ വണ്ണം 45 ഇഞ്ച് നമുക്ക് കിട്ടും. ഇതാണ് അളവിൻ്റെ കറക്റ്റ് കണക്കെന്ന് പറയുന്നത്. നമ്മൾ 12 ഇഞ്ച് പീസായിരുന്നു എടുത്തത്. 41 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ 12 ഇഞ്ച് പീസാണ് എടുത്തത്. അതിൽ നിന്ന് ഇതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പെന്ന് പറയുന്നത് 1 ഇഞ്ചേ ഇവിടെ പോയിട്ടുള്ളൂ. ആ തയ്യൽ തുമ്പെന്ന് പറയുന്നത് ഇവിടെ 1 ഇഞ്ചേ പോയിട്ടുള്ളൂ. അതായത് 11 4 44 ഇഞ്ച്, അതായത് 11 ഇഞ്ചും നമ്മുടെ ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.